ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഹെൽത്തി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ, ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു തുള്ളി പോലും ഓയിലോ നെയ്യോ അതുപോലെ തന്നെ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതും നെയ്യൊന്നും ഇല്ലാതെ എന്ത് ബിരിയാണി എന്നുള്ളത്, പക്ഷെ 100% ധൈര്യത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇടാനുള്ള കാരണം നോമ്പല്ലേ, അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി ഏറ്റവും ബെസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ, കാരണം നമ്മൾ നോമ്പിന് കൂടെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ കൂടെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമുക്ക് എണ്ണയില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, സ്നാക്സിനെ കുറിച്ചിട്ട് ഇത് തന്നെ മതിയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി ഈ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100, 200 ആ ഒരു റേഞ്ചിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുന്ന വലുപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള രീതിക്ക് അനുസരിച്ചിട്ട് സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഞാൻ ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പോൾ നമുക്കിനി ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഒരുപാട് കൂടെ ഉണ്ട് കേട്ടോ, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, പുളി കുറവുള്ളതാണേലും കൂടുതലുള്ളതാണേലും ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം മല്ലിയിലയും അതുപോലെ തന്നെ അതിൻ്റെ നേരെ പകുതിയോളം പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതിയോളം കറക്റ്റ് വേണമെന്നില്ല, അതിൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം പുതിനയിലയുടെ ഫ്ലേവർ ഓവർ കൂടാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൊത്തത്തിലുള്ള അളവാണ് എടുത്തിട്ടുള്ളത് ബിരിയാണിയിലേക്കുള്ള. അപ്പോൾ ഞാൻ 2 വലിയ ബോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചിയും പിന്നെ ഒരു 16-17 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു 16-17 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഓവർ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഈ ഒരു ടൈമിൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് പിന്നീട് മസാല റെഡിയാക്കുന്ന സമയത്ത് സവാള കാര്യങ്ങളൊക്കെ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ഒരു മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കോട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടൈമിൽ ചെറുനാരങ്ങ നീര് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈര് പല ടൈപ്പിലായിരിക്കുമല്ലോ പുളി ഉണ്ടാവുക. ചിലത് ഓവർ പുളി ഉണ്ടാവും, ചിലത് പുളിപ്പ് കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കട്ടെ, പുളി ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ടൈം ഉണ്ട് അത്രക്കനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനനുസരിച്ച് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു സൈഡിലേക്ക് മാറ്റിക്കാം. അപ്പോൾ ഒരുപാട് സമയം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ച് കൊടുക്കണേ, പുറമേ വെക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഏതിലാണോ ബിരിയാണിയുടെ മസാല, അതായത് സവാള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കുന്ന ആ ഒരു സെയിം പാൻ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒട്ടും തന്നെ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള, നീളത്ത് കട്ട് ചെയ്തിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി മസാലയ്ക്ക് നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്നാലും ഈ ഒരു റെസിപ്പിയിലൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, നേരിയതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊന്നും തന്നെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചല്ലോ, അതിൻ്റെ ബാലൻസ് ഇല്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈം ചേർക്കട്ടെ. ഇനിയൊന്നും ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു പാൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് എന്നുള്ളത്, അത് കാഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു 10-15 കാഷ്യൂ കുറച്ച് ഒരു 5-10 മിനിറ്റ് മുന്നേ പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടേനു. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതായത് നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചല്ലോ, അത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എടുത്തിട്ട് അതിലേക്ക് തന്നെ ഈ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കാഷ്യൂ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത്
എടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സവാളയിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഹെൽത്തി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ലാസ്റ്റ് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊന്നും വറുത്തിടുന്നില്ല, കാരണം നമ്മളിത് നെയ്യ് യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ചേർത്തതിന് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഞെരിടിയെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം, കാരണം നമ്മളിത് വഴറ്റാതെ വെക്കുന്ന മസാലയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതാ നല്ലപോലെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് സവാളയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ മസാലയിൽ നിന്ന് ആ ഒരു വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും മാത്രമേ നമ്മുടെ ഈ ചിക്കനും സവാള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ, ചൂടാതെ തട്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം തീ കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അടുക്കി പിടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിയുമ്പം കണ്ടില്ല നല്ലപോലെ തിള വന്നിട്ടുണ്ട്, ചെറിയ രീതിക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് മൊത്തത്തിലൊന്ന് തിളയൊക്കെ വന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങുന്ന ടൈമിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഉപ്പ് എത്രത്തോളം കുറവുണ്ട് എന്നുള്ളത്, കാരണം തിളച്ച് വന്നതിന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കണേ. ഇടയ്ക്കിടെ ഇത് തുറന്നിട്ട് ഇളക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ, കാരണം നമ്മളിത് എണ്ണയോ നെയ്യോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കാം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടെ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുപ്പ് തുറക്കുന്നുണ്ട്, ഇളക്കുന്നുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കണ്ടില്ല നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്ന് നല്ലപോലെ സവാള സോഫ്റ്റാക്കി എടുക്കണം, കാരണം നമ്മളിത് വഴറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിളച്ച് വേണം നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ. നമ്മൾ എത്രത്തോളം നെയ്യിൽ വഴറ്റിയെടുക്കുന്നു അതേപോലെ സോഫ്റ്റ് ആവുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ മസാല എവിടെ നിന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 4 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മുടെ നേരിയ അരിയാണേ പറയുന്നത്. നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന കുഞ്ഞരിയില്ലേ, ആ അരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അരിയോട് ബിരിയാണി വെക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ്, എൻ്റെ ഇപ്പോൾ 250 ml 4 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അരി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വാരാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കണം. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇതാ നമ്മുടെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നത് അതൊക്കെ വറ്റി വന്ന് പാകത്തിന് വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള കാര്യങ്ങളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു അരമുറിയിലധികമായിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക കേട്ടോ, തൈരിൻ്റെ ഒക്കെ പുളി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യണേ, ഉപ്പൊക്കെ നോക്കുക, എല്ലാം പാകാക്കി വെക്കണം, കാരണം ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളിത് ബിരിയാണി റൈസും കൂടി വേവിച്ചിട്ട് ഇനി ദമ്മിടാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ എല്ലാ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചൊരു കുരുമുളക് പൊടി ഇടുക, വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ഇതുപോലെ കുറച്ച് ഒരുപാട് ചേർക്കേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചേർത്തതാണല്ലോ. അതുകൊണ്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പുതിനയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. മല്ലിയിൽ നിർബന്ധമായിട്ടും ചേർക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നിക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ചെറിയ തീയിൽ വെക്കാൻ പറ്റും അത്രത്തോളം ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കണേ, കാരണം ദമ്മിടുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ചൂടുണ്ടാവണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാനിൽ നമുക്ക് ഞാനിപ്പോൾ 4 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 8 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്ത അരിക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെയ്യും എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഈ ഒരു പാനിൽ ഫസ്റ്റ് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ നമുക്കൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ 3 ചെറിയ പീസ് അളവിൽ പട്ട, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ഏലക്കായ, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. കാരണം നമുക്കിതിൽ ഇനി എണ്ണയോ കാര്യങ്ങളോ സവാള വഴറ്റിയെടുക്കലോ ഒന്നും പരിപാടിയില്ല. ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ബിരിയാണി. അപ്പോൾ ഞാൻ ഇത് ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു ടൈമിൽ. എല്ലാം ഇതുപോലെ ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം ചേർക്കാനുണ്ട്. സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കണം. അതെന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന സമയത്ത് ഒന്നിക്കിൽ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കും, അല്ലെങ്കിൽ ഉള്ളി കുറച്ചൊന്ന് പൊരിച്ചിട്ട് വറുത്തിട്ട് കോരിയെടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൈസിനൊരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും, ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ലൊരു പെർഫെക്ഷനും കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചേർക്കുന്നത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ബിരിയാണി മസാലയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഉള്ളിയോട് കൂടിയിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ റൈസിന് കിട്ടുക. പിന്നെ ഈ ചിക്കൻ്റെ നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള മസാലയല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ ചേർക്കുന്ന ടൈമിൽ നമ്മുടെ റൈസ് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ, നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം ഇത് എനിക്ക് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയ ഒരു റെസിപ്പിയാണ് സക്സസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് 100% നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ചെയ്യുക, ഫ്ലോപ്പ് ആവില്ല. അങ്ങനെ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല കേട്ടോ അരിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യണം ഈ ഒരു ടൈമിൽ. കാരണം നമുക്ക് ഇനി ഉപ്പിടാനുള്ള അവസരമൊന്നുമില്ല. പിന്നെ റൈസ് ബിരിയാണിയിൽ കുറച്ചൊന്ന് ഉപ്പ് കുറഞ്ഞാലാണെങ്കിൽ ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും ഇടയിലായിട്ടാണ് ഫ്ലെയിം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. വെള്ളം വറ്റുക എന്ന് പറയുമ്പോൾ ഓവർ ഡ്രൈ ആക്കി വറ്റിയെടുക്കരുത്. ഈ ഒരു രീതിക്ക് ചെറിയ രീതിക്ക് ഒരു മുകളിൽ വെള്ളം തെളിയുന്ന രീതിയിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മുകൾ ഭാഗം ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൽ നമ്മുടെ റൈസ് മൊത്തത്തിൽ വേവും കേട്ടോ. അതുകൊണ്ട് നമുക്കിനി നല്ലപോലെ വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓവർ വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസൊക്കെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് കണ്ടില്ല നമ്മുടെ ബിരിയാണിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ദം ഇടാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല, എല്ലാം വേറിട്ട് നിൽക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ നമുക്ക് ദമ്മിടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തിള വന്നിട്ടില്ല മിഡിൽ നിന്നൊക്കെ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ ചെറിയ തീയിലാക്കി വെച്ചിട്ടേനു ഉള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രം ദം ചെയ്യട്ടെ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ദമ്മായി കിട്ടുകയും ചെയ്യും. നമ്മുടെ മസാലയ്ക്കും റൈസിനും ഒരേ ചൂടുണ്ടാവണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതിയോളം ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. സാധാ ദം ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. നോർമൽ എങ്ങനെയാണോ നിങ്ങൾ ബിരിയാണി ദം ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞളൊന്ന് കലക്കിയിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ബിരിയാണിക്ക്. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് എണ്ണയിൽ നെയ്യിൽ വറുത്തിട്ടൊന്ന് ചേർക്കുമല്ലോ. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും ഞാൻ ഇതിൽ നെയ്യ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു റെസിപ്പിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പക്ഷേ നെയ്യ് നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടാ, ഞാൻ ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇടാണ്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ദം ചെയ്യുന്ന ടൈമിൽ ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെയ്യ് ഈ ഒരു ടൈമിൽ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ ചേർക്കാതെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒട്ടും തന്നെ നെയ്യ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന റെസിപ്പിയാണെന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചേർക്കാതെ ഇരുന്നത്. അല്ലാതെ നെയ്യ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ, അതുകൊണ്ട് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇതുപോലെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്തിട്ടുണ്ട്. സാധാ ദം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ, ഒരു മാറ്റവും ഇല്ല.
അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഹോളുള്ള അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ആവി പുറത്തു പോകാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ മൊത്തത്തിൽ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ടൈറ്റിൽ ഒട്ടും തന്നെ ആവി പുറത്തു പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു ദമ്മിലാണ് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ എത്രത്തോളം ചെറിയ തീയിലാക്കി വെക്കാൻ പറ്റും അത്രത്തോളം തീ കുറച്ച് വെച്ചിട്ട് അരമണിക്കൂർ വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ വെക്കുക. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ദം പൊട്ടിക്കുകയുള്ളൂ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുന്ന ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടിയിൽ പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ദം പൊട്ടിക്കുന്നത്. കണ്ടില്ല, നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ റൈസ് വെച്ചിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ ഈ ചോറ് ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുക. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇങ്ങനെയാണല്ലോ, മസാല വേറെ റൈസ് വേറെ ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ സെർവ് ചെയ്യുക, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒട്ടും തന്നെ നെയ്യോ ഒന്നും യൂസ് ചെയ്യാതെ ഇത്രയും പെർഫെക്ഷനായിട്ട് നിങ്ങൾ റൈസ് കിട്ടുമെന്നൊക്കെ ചിലവർക്ക് ടെൻഷൻ ഉണ്ടാവും, കുഴഞ്ഞു പോവില്ലേ എന്നുള്ളത്. കണ്ടില്ലേ, ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വെള്ളത്തിൽ മസാല കാര്യങ്ങളൊക്കെ ഇടുന്ന കാര്യമൊക്കെ അതൊക്കെ യൂസ് ചെയ്താലേ ഇങ്ങനെ കിട്ടുള്ളൂ, ഇതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ രണ്ടും പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മസാല വേറെ ചോറ് വേറെ ആക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ബിരിയാണി റെസിപ്പി തന്നെയാട്ടോ. ശരിക്കും നിങ്ങൾ ഞെട്ടും, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ ഈ ഒരു ടൈമിൽ ഏത് ടൈമിലും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതന്നെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇങ്ങനെയാണല്ലോ, ഫസ്റ്റ് മസാല സെർവ് ചെയ്തിട്ട് അതിന് മുകളിൽ ചോറിടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വരെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്